പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് തൊട്ടടുത്ത് വന്നു അല്ലേ? ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പ്ലസ് ടുവിൽ വിജയിക്കാൻ കഴിയാത്ത ആളുകൾ, ഒരു പക്ഷേ ഒന്നോ രണ്ടോ വിഷയങ്ങൾ പോയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് ആ സബ്ജക്റ്റിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളോടാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഈ ഏറ്റവും നല്ലൊരു തീരുമാനങ്ങൾ എടുത്തിട്ട് എവിടെയാണോ നിങ്ങൾ വീണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്, അവിടെ നിന്ന് തുടങ്ങണം. നിങ്ങൾ ഈ ഓരോ പരാജയവും ഒരു വിജയത്തിന്റെ തുടക്കമാണ്. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല. 100% ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്. നിങ്ങൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നീടാവാം എന്ന് മാറ്റി വെക്കാതെ അത് ഇന്ന് തന്നെ ചെയ്ത് മുന്നോട്ട് നടക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ പ്ലസ് ടു നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് ആഡ് ചെയ്യണം, മാറ്റണം, പുതിയൊരു സബ്ജക്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വെറും 3 സബ്ജക്റ്റ് പ്ലസ് ടു എഴുതിയിട്ട് നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അഥവാ ഫുൾ വാല്യുബിൾ ആയിട്ടുള്ള പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നീടാവാം, അല്ലെങ്കിൽ പിന്നീടും എന്തെങ്കിലും ചെയ്യാം ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നിങ്ങൾ ആ പ്ലസ് ടു എന്ന ഒരു കടമ്പയെ ഓർത്ത് നിങ്ങൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരും. അതില്ലാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം പ്ലസ് ടു എന്ന കടമ്പ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് വെറും 6 മാസത്തിനുള്ളിൽ നിങ്ങളെ പ്ലസ് ടു എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന പല സഹപാഠികളും അവർ വിജയിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മാത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി മറ്റേതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു കരിയർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുക. പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളോട്. ഓരോ പരാജയങ്ങളും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ തുടക്കമാണ്. അത് വിജയത്തിന്റെ ചവിട്ടുപടികളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനോ നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാനും സാധിക്കട്ടെ എന്ന് എല്ലാ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്താണ്. ഓൾ ദി ബെസ്റ്റ്.